മാസങ്ങളായി സംസ്ഥാനത്ത് പെൻഷൻ മുടങ്ങിയിട്ട് ഇന്നും നിർധനരായ വയോജനങ്ങൾ പട്ടിണിയിലാണ്. റേഷൻ അരി വാങ്ങി അല്പം കഞ്ഞി വെച്ച് കുടിച്ച് ജീവൻ നിലനിർത്താമെന്ന് വെച്ചാലോ അവിടെയും സർക്കാർ നല്ല എട്ടിന്റെ പണിയാണ് ഈ പൊതുജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ജനങ്ങളെ വലച്ച് റേഷൻ മസ്റ്ററിംഗ് മുടങ്ങി. റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ട് നടത്തിയ മസ്റ്ററിംഗ് മുടങ്ങിയതോടെ സംസ്ഥാനത്താകമാനം റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുപോലെ അവതാളത്തിലാവുകയായിരുന്നു. പിഴവ് പരിഹരിച്ച് മഞ്ഞക്കാർഡുകാർക്ക് ഇന്ന് തന്നെ മസ്റ്ററിംഗ് നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും അതും വെറും പാഴ്വാക്കായി മാറുകയായിരുന്നു. മുതിർന്ന പൗരന്മാരുൾപ്പെടെ നൂറുകണക്കിന് പേരാണ് റേഷൻ കടയിൽ വന്ന് നിരാശരായി മടങ്ങിപ്പോയത്. ഇതിനായി സർക്കാർ ഉടൻ തന്നെ വേണ്ട നടപടികൾ കൈക്കൊണ്ടേ മതിയാകുകയുള്ളൂ. ജനങ്ങൾ ഇപ്പോൾ തന്നെ വളരെ പ്രതിഷേധത്തിലാണ്. 3 ദിവസത്തെ റേഷൻ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ടാണ് മുൻഗണനാ കാർഡുകാരെ റേഷൻ മസ്റ്ററിംഗ് ഇന്നു മുതൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്നത്. ഇതേ തുടർന്ന് പുലർച്ചെ മുതൽ റേഷൻ കടകളിൽ എത്തിയവർ മണിക്കൂറുകളായി കാത്തുനിന്നിട്ടും ഫലമുണ്ടായില്ല. സെർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്താകമാനം മസ്റ്ററിംഗ് മുടങ്ങുകയായിരുന്നു. ഇന്നലെ 1,82,116 മുൻഗണനാ കാർഡുകൾ അംഗങ്ങൾക്ക് മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായത്. മസ്റ്ററിംഗ്, റേഷൻ വിതരണം എന്നിവ സംബന്ധിച്ച തുടർ നിർദ്ദേശം ഞായറാഴ്ച ഉണ്ടാകും. ഇന്നലെ രാവിലെ 8-ന് ആരംഭിക്കേണ്ട മസ്റ്ററിംഗിനായി വളരെ മുൻപ് തന്നെ പ്രായമായവരടക്കം കടകളിലെത്തിയിരുന്നു. മണിക്കൂറുകളോളം കാത്തിരുന്ന ഇവർ വലയുകയായിരുന്നു. ചില സ്ഥലങ്ങളിൽ 11 മണിയായിട്ടും വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാണ് മസ്റ്ററിംഗ് നടത്താനായത്. മഞ്ഞ കാർഡിലെ അംഗങ്ങൾക്ക് മാത്രമേ മസ്റ്ററിംഗ് ഉണ്ടാകൂ എന്ന അറിയിപ്പ് എത്തിയത് രാവിലെ 9:30-ക്കായിരുന്നു. പലരും തിരികെ പോകാൻ പോലും കൂട്ടാക്കിയില്ല. അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി പെൻഷൻ 2 ഗഡുവായി വിഷുവിന് മുൻപ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി KN ബാലഗോപാലൻ അറിയിച്ചതല്ലാതെ ഇതുവരെയും ആരുടെയും അക്കൗണ്ടിൽ പോലും ഒരു നയാ പൈസ പോലും വന്നിട്ടില്ല. 32,000 രൂപ വീതമാണ് ലഭിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ 1 ഗഡു തുക വിതരണത്തിലാണെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നതും. വിഷു, ഈസ്റ്റർ, റംസാൻ കാലത്ത് 4,800 രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലെത്തുക. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കുമെന്നും 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുമെന്നുമാണ് പറയുന്നത്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാതു മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. എന്നാൽ ഇതിനെയെല്ലാം വാക്കാൽ പറയുന്നതല്ലേ, പ്രാവർത്തികമായി നടപ്പിലാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. എന്നാൽ അതവർ ചെയ്യാൻ മുൻകൈ എടുക്കുന്നില്ല. അതിൻ്റെയൊക്കെ തെളിവാണ് കഴിഞ്ഞ ദിവസം റേഷൻ മസ്റ്ററിംഗ് മുടങ്ങിയതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.